വെൽക്കം ബാക്ക്. നമ്മുടെ മാസ്റ്റർ മൈൻഡ് ടെക്നിക്കിന്റെ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഇനി നമുക്ക് അതെങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും, അത് റിമൂവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊക്കെയാണ്. പ്രശ്നങ്ങൾ മാത്രമല്ല, സന്തോഷങ്ങളും ഉണ്ടാവുന്നത്, അതൊക്കെ ഒരു ഇമോഷനാണ്. എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത് പറയാം. അതിന് തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം എന്താണെന്നുള്ളത് ഒന്ന് പറയാം. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രാക്ടീസ് സെഷനാണ്. ചിന്തകൾ ഉണ്ടാവാൻ കാരണം ചിന്താ രീതിയാണ്. ഈ ചിന്താരീതി നമ്മൾ ചെറുപ്പത്തിലേ മുതൽ ചിന്തിക്കുന്നതിനനുസരിച്ചും നമ്മളെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നതിനനുസരിച്ചും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടും ഫോം ചെയ്തിട്ടുള്ള ഒരു ചിന്താരീതിയുണ്ട്. ആ ചിന്താരീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ ഈ ചിന്തകൾ മാറുമ്പോൾ തന്നെ ചിന്താരീതി മാറുന്നു. ചിന്താരീതി മാറുമ്പോൾ ചിന്തകൾ മാറുന്നു. ചിന്തകൾ മാറിയാൽ ഇമോഷൻ മാറുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാറ്റേണിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണോ, നമ്മൾ പ്രശ്നങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നതാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡെയിലി ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും അതേമാതിരി ഇതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് വലിയൊരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവരോട് നിങ്ങൾക്ക് അവരുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ യൂട്യൂബ് സെഷനിൽ ഫസ്റ്റ് സെഷനിലൊക്കെ ഉണ്ട്. അതേമാതിരി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കാം. നമ്മളവരെ പലരെയും കണ്ടിട്ടും കൂടിയില്ല ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ചിന്താരീതി മാറും. അപ്പൊ ചിന്താരീതി മാറ്റാൻ കഴിവുള്ളത് നമ്മുടെ വാക്കുകൾക്കാണ്. നമ്മുടെ വാക്കുകൾ മാറിക്കഴിയുമ്പോൾ ചിന്താരീതി മാറുന്നു. ചിന്താരീതി മാറിക്കഴിഞ്ഞാൽ ചിന്തകൾ മാറും. ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ ഇമോഷൻസും മാറ്റം വരും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ആളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, പ്രപഞ്ചത്തിൽ എല്ലാം തരംഗങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ തരംഗങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ റേഡിയോ സിഗ്നൽസ് നമ്മുടെ അടുത്തൂടെ ഒക്കെ ഉണ്ട്. റേഞ്ച്, മൊബൈലിന്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ കാണുന്നുണ്ടോ റേഞ്ച് അവിടെ ഉണ്ടെന്നുള്ളത്? പക്ഷെ അവിടെ ഇല്ലേ? നമ്മൾ കണ്ടില്ലെങ്കിലും ഈ തരംഗങ്ങൾ അവിടെ ഉണ്ട്. ശരിയല്ലേ? ശരിയാണെങ്കിൽ താമസപ്പെടണേ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളും തരംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരംഗങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇതിനെ ഫ്രീക്വൻസി എന്ന് തന്നെയാണ് പറയുന്നത്. ഫ്രീക്വൻസി എന്ന റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ഫ്രീക്വൻസികളുണ്ട് നമുക്ക്. എനിക്കൊരു ഫ്രീക്വൻസി ഉണ്ട്, ഫാസിലിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, ജിഷയ്ക്ക് ഒരു ഫ്രീക്വൻസി, ഷ്യാമയ്ക്ക് ഒരു ഫ്രീക്വൻസി, പ്രിയയ്ക്ക് ഒരു ഫ്രീക്വൻസി, അങ്ങനെ എല്ലാവർക്കും ഓരോ ഫ്രീക്വൻസികളുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്ക് എന്തുണ്ട്? ഒരു ഫ്രീക്വൻസി ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു തരംഗമുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, അതൊക്കെ പോട്ടെ, നിങ്ങൾ 92.5 FM, 93.5 FM എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ്? ആ തരംഗത്തിന്റെ ഒരു റേഞ്ചല്ലേ കാണിക്കുന്നത്, ഈ ഹെഡ് ഫ്രീക്വൻസി അല്ലേ? കേട്ടിട്ടില്ലേ? അത് നിങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ ഓക്കെ, അത് മനസ്സിലായോ? നമുക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെ? ലൈക്ക് റേഡിയോ വേവ്സ്, ഒരു ചാനലിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ലൈക്ക് വൈസ് എല്ലാ ഇൻഡിവിജ്വൽസിനും, എല്ലാ മൃഗങ്ങൾക്കും എന്തുണ്ട്? എല്ലാത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു ഫ്രീക്വൻസിയിലാണ് ഇവർ പോകുന്നത്. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫ്രീക്വൻസി അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഇതിനൊരു ന്യൂട്രൽ സ്റ്റേജ് ഉണ്ട്. ന്യൂട്രൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ സീറോ ഫ്രീക്വൻസി. സീറോ ഫ്രീക്വൻസിയിൽ നമുക്ക് സുഖവും ദുഃഖവും ഒന്നും ഉണ്ടാവുകയില്ല. ഓക്കെ, സീറോ ഫ്രീക്വൻസി മീൻസ് ഫ്രീക്വൻസി കുറഞ്ഞ, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നില്ല കുറയുന്നില്ല അവസ്ഥയിലാണ് സുഖവും ദുഃഖവും ഇല്ലാത്തൊരവസ്ഥ. അതിനെയാണ് ശരിക്കും പറഞ്ഞ പരമാനന്ദം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ശ്രീബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് സുഖവും ദുഃഖവും ഒഴിവാക്കണം എന്നല്ലേ, അതിനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബട്ട് കോമൺ മാന് ഈ സീറോ പൊസിഷനിൽ നമുക്ക് ഒരിക്കലും നിർത്താൻ നിൽക്കൂല. അതുകൊണ്ട് ഇവരെ എപ്പോഴും സീറോ പൊസിഷനിലല്ല, ഒരു ന്യൂട്രൽ ലെവൽ എന്നാ പറയാം. സീറോ എന്നുള്ളതില്ല കേട്ടോ, ന്യൂട്രൽ ലെവൽ. ഈ ന്യൂട്രൽ ലെവലിൽ ആർക്കും നിൽക്കാൻ സാധിക്കില്ല. അത് വളരെ എഫോർട്ട് എടുത്ത് നമ്മൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? നമ്മൾ ഡൗൺ ആവും, അപ്പ് ആവും, ഡൗൺ ആവും, പിന്നെ അപ്പ് ആവും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബിക്കോസ് അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ അനങ്ങുന്നതന്നെ, നമ്മൾ നടക്കുന്നതൊക്കെ എന്താണ്? നിങ്ങളുടെ പൾസ് കാണത്തില്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സുകൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് നിങ്ങൾ ഒരു ഫ്രീക്വൻസി പുറപ്പെടുവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഏത് ഫ്രീക്വൻസിയാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ലഭിക്കുകയുള്ളൂ.
ഫോർ എക്സാമ്പിൾ, ഫ്രീക്വൻസി ലോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യുന്നു? ന്യൂട്രൽ ലെവലിൽ നിന്ന് ലോ ആയി കഴിയുമ്പോഴത്തേക്കും, ന്യൂട്രൽ ലെവൽ ഒന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പെട്ടെന്ന് ന്യൂട്രലിലോട്ട് നിൽക്കൂല, പെട്ടെന്ന് താഴോട്ട് വരും. ന്യൂട്രലിൽ ഒരു ചെറിയ മൊമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് താഴോട്ട് വരും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ലോ ആവും. ഫ്രീക്വൻസി ലോ ആവുമ്പോൾ അവിടെയാണ് പ്രോബ്ലംസ് വരിക. ഫ്രീക്വൻസി ലോ ആവുക പറഞ്ഞാൽ നെഗറ്റീവിലോട്ട് വന്നു, നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഇമോഷൻസും ഉണ്ടാവുന്നത് ഫ്രീക്വൻസി ലോ ആവുമ്പോഴാണ്. ന്യൂട്രൽ ലെവലിൽ താഴോട്ട് വരുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ലോ ആവുന്നു, അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം കൂടെ കാറ്റഗറൈസ് ചെയ്തതാണ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീലിങ്സ് ആയിട്ടുള്ള സ്ട്രെസ്, സ്ട്രെയിന്, പിന്നെ ടെൻഷൻ, ആങ്കർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? നെഗറ്റീവ്സിൽ വരുന്നതാണ്. ഇത് എവിടെ വരുമ്പോഴാണ് വരുന്നത്? ന്യൂട്രലിലോട്ട് താഴോട്ട് വരുമ്പോൾ. അതിലോട്ട് നമ്മൾ ചില സമയത്ത് വരാറുണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മുകളിലോട്ട് വരും. മുകളിലോട്ട് വരുമ്പോൾ ഈ സംഗതിയൊക്കെ പോകും. ടെൻഷൻ പോകും, സ്ട്രെസ് പോകും, പിന്നെ ദേഷ്യം പോകും, ഇതൊക്കെ പോകും. അതെങ്ങനെയാണ്? നമ്മൾ അപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? നമ്മുടെ ഫ്രീക്വൻസി ആണ്. ഇനി ഫ്രീക്വൻസി മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ഈ ഫ്രീക്വൻസി മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ അടുത്തൊരു റേഡിയോ ഉണ്ട്. റേഡിയോയിൽ നിങ്ങൾ 90 ഹെഡ്സ് ഫ്രീക്വൻസി വെക്കണം. 90 ഹെഡ്സ് ഫ്രീക്വൻസി നമ്മളിങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് 90യിലുള്ള ചാനൽ എന്ന് പറയുന്നത് ഒരു തമിഴ് ചാനലാണ്. ഓക്കെ, ഈ തമിഴ് ചാനൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ല, സോറി, കേൾക്കാൻ ആഗ്രഹമില്ല. റേഡിയോയിലാണ്, കാണാൻ പറ്റില്ല. അപ്പോൾ കേൾക്കാൻ ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫ്രീക്വൻസി തന്നെ വെച്ചിട്ട് നമ്മൾ, അയ്യോ എനിക്ക് മലയാളം ചാനൽ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ ഇത് തിരിച്ചുകൊണ്ട്, അല്ലേ, തിരിക്കാനുള്ള സംഗതി ഉണ്ടല്ലോ, ഫ്രീക്വൻസി മാറ്റുന്നത്. അത് ഫ്രീക്വൻസി മാറ്റി നമ്മൾ 99.5 FM എന്ന് വെക്കുന്നു. അപ്പോൾ എന്തായി? ഫ്രീക്വൻസി കൂടിയപ്പോൾ നമുക്ക് ചാനൽ മാറി കിട്ടി, അല്ലേ? ആ ഫ്രീക്വൻസിയിൽ തന്നെ നിന്നിട്ട് നമ്മൾ മലയാളം ചാനൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ? ഇല്ല. കിട്ടുമോ? ഓക്കെ, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി കൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചാനൽ വേറെ കിട്ടും. അതാണ് നമുക്ക് കാണാൻ ആഗ്രഹമെങ്കിൽ, നമ്മൾ ഇവിടെയാണ് ഫ്രീക്വൻസി നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കേൾക്കാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ചാനൽ 99ലാണ് നിൽക്കുന്നത്, നമ്മൾ 90യിലാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പ് ചെയ്യണം. വീണ്ടും വേറൊരു ചാനലുണ്ട്, ആ ചാനൽ 105ലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ 105ലേക്ക് വീണ്ടും എന്ത് ചെയ്യണം? അത് ഫ്രീക്വൻസി കൂട്ടണം. ഓക്കെ, ലൈക്ക് വൈസ്, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ന്യൂട്രൽ ലെവലിലും താഴെ നിൽക്കുന്ന ഫ്രീക്വൻസി ഉള്ളവരാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? താഴെ വരാറുണ്ട്. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫ്രീക്വൻസി താഴെ പോകുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഇതെല്ലാവർക്കും അങ്ങനെയുണ്ടാവും, ബിക്കോസ് വി ആർ കോമൺ മാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകരുത്. ലുക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഫിനാൻഷ്യൽ ആയിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം, കരിയർ ബേസ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിലോ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളായിരിക്കാം. ഇതൊക്കെയാണല്ലോ നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായി, അല്ലേ? നമ്മൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രീക്വൻസി മാറ്റണം. എന്ത് ചെയ്യുന്നു? നമ്മൾ താഴെ ഫ്രീക്വൻസിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നെഗറ്റീവ്സ് വന്നത്. നമ്മുടെ ഫ്രീക്വൻസി മാറ്റിയാൽ പോസിറ്റീവ്സ് വരും. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? പോസിറ്റീവ്സ് വരും. ഓക്കെ, അപ്പം നിങ്ങൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനല്ല പോകേണ്ടത്. പ്രശ്നം സോൾവ് ചെയ്യാൻ പോയി കഴിയുന്നത് എന്താണ്? റേഡിയോ നമ്മൾ അടച്ചു വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ റേഡിയോയിൽ വെച്ചു, 90 ഫ്രീക്വൻസിയിൽ വെച്ചു. അപ്പം നമുക്ക് കിട്ടുന്ന ചാനലുകൾ ഇതൊക്കെയാണ്. ഈ ചാനലുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞു ഓക്കെ, അപ്പോൾ നമുക്ക് തുടരാം. അപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസി മാറ്റം വരുത്തി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇതിൽ മാറ്റം വരുള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രീക്വൻസി അപ്പ് ചെയ്താൽ മതി, അല്ലാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോകരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, എക്സാമ്പിൾ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, പിന്നെ കരിയർ പ്രോബ്ലം ഉണ്ട്, ദാറ്റ് മീൻസ് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, പിന്നെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം. ഇതൊക്കെയാണ് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന പ്രോബ്ലംസ്. കാറ്റഗറൈസ് ചെയ്യുമ്പോൾ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഈ സംഗതിയെ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യാൻ വേണ്ടി
പോവരുത്. സോ ഡോണ്ട് സേ യുവർ പ്രോബ്ലംസ് ടു എനി വൺ. കാരണം എന്താ, ആർക്കും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു റേഡിയോ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ് പാട്ട് നല്ലതല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എന്താണ്, നമുക്കിപ്പോൾ തമിഴ് വേണ്ട, മലയാളം കേൾക്കണം എന്ന് ആഗ്രഹിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോൾ മാറുമെന്ന് വിചാരിച്ചിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഫ്രീക്വൻസി കൂട്ടാൻ പറ്റുകയുള്ളൂ. വേറെ ആർക്കും പറ്റില്ല. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്രീക്വൻസി അപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഒന്നുമില്ലാത്തൊരവസ്ഥ വരും അല്ലേ? നമ്മളൊരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിട്ട് വരുമ്പോൾ ഒരു ബ്ലർ സൗണ്ട് കേൾക്കാം. ഈ ബ്ലർ സൗണ്ടിന് ശേഷം എന്ത് സംഭവിക്കും, വേറെ ചാനൽ വരും. അപ്പോഴാണ് കിട്ടിപ്പോയി എനിക്ക്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് പോസിറ്റീവ്സ് വരാൻ തുടങ്ങും. എപ്പോൾ മാത്രം, നമ്മൾ എപ്പോഴാണ് നമ്മളുടെ ഫ്രീക്വൻസി അപ്പ് ചെയ്യുന്നത്. സോ ആദ്യം മനസ്സിലാക്കുക നമുക്കൊക്കെ ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളത്. രണ്ടാമത് മനസ്സിലാക്കുക, ആ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അത് ന്യൂട്രൽ ലെവലിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ന്യൂട്രൽ ലെവലിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയാണ് ബുദ്ധന്മാരെന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞരാകുന്നവരും ജ്ഞാനികളായിട്ടുള്ള ആളുകൾ. അവർക്ക് ഒരു ആഗ്രഹങ്ങളും ഉണ്ടാവില്ല, ഒരു ടെൻഷനും ഉണ്ടാവില്ല. ബട്ട് എന്ത് ചെയ്യുക, ന്യൂട്രൽ ലെവലിൽ നിൽക്കാൻ നമുക്ക് സാധാരണ ആളുകൾക്ക് സാധിക്കാത്തതുകൊണ്ട് ന്യൂട്രൽ ലെവലിൽ നമ്മൾ താഴോട്ട് പോകും. ഓക്കെ, ന്യൂട്രൽ ലെവലിൽ താഴോട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ്സ് എല്ലാം ഓടി വരും. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ചെറിയൊരു നെഗറ്റീവ്സ് വന്ന് നമ്മൾ അതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അപ്പ് ചെയ്യണം. എന്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോകരുത്, നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രീക്വൻസി അപ്പ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ ഫ്രീക്വൻസി എങ്ങനെ അപ്പ് ചെയ്യാം, അതിന് പ്രയോജനപ്പെടുന്ന ഒരു വലിയ മെത്തേഡാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലുള്ള പ്രാക്ടീസ്. ഒന്ന് നമ്മുടെ നെഗറ്റീവ് ക്ലിയർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫ്രീക്വൻസി വരും. അപ്പോൾ ഇതോടെ നെഗറ്റീവ് ക്ലിയർ ചെയ്ത് പോസിറ്റീവ് ഇൻജെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, അല്ലാതെ നമ്മൾ ഹാപ്പി ആയിരിക്കുക. ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കുകയാണ്, നമ്മൾ പ്ലേ ചെയ്യാണ്, കളിക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ്, കുറേ പോസിറ്റീവ്സ്, ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് നമ്മൾ സന്തോഷത്തോടെ മൈൻഡ് മാറി വന്നിരുത്തി അല്ലേ? അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവുന്നതായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കുക, ലവ്, അങ്ങനെയുള്ള പോസിറ്റീവ് ഫീലിങ്സിനെ പർപ്പസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം. അതോടൊപ്പം ഈ പ്രാക്ടീസും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങൾ ഫ്രീക്വൻസി അവിടെ നിന്ന് മെല്ലെ അനങ്ങും. അപ്പോൾ അനങ്ങി കഴിയുമ്പോൾ തന്നെ ഒന്നും വിചാരിക്കണ്ട, അത് അനങ്ങി മേലോട്ട് പോസിറ്റീവിലേക്ക്, ന്യൂട്രൽ ലെവൽ കഴിഞ്ഞ് പോസിറ്റീവിലേക്ക് എത്തുമ്പോൾ ഓരോരോ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കാണാൻ പറ്റും. അപ്പോൾ എനിവേ എന്തൊക്കെയാണെങ്കിലും നമുക്ക് എപ്പോഴും നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കും, ബട്ട് ബി വെരി പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ആവാൻ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസിലെ ഒരു പ്രാക്ടീസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം അപ്പാവാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ എന്തായാലും നെഗറ്റീവ് ഏരിയയിൽ നിന്ന് മാറി പോസിറ്റീവ് ഏരിയയിലേക്ക് എത്തും. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹൈ പോസിറ്റീവ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ബട്ട് എന്ത് ഞാൻ പറഞ്ഞു, ലൈഫ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് വരും, ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, തീർച്ചയായിട്ടും നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഇമോഷൻ, നെഗറ്റീവ് ഇമോഷൻ. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഫ്രീക്വൻസി, നെഗറ്റീവ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബട്ട് ലോവസ്റ്റ് ഫ്രീക്വൻസിയിൽ വരുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഞാൻ ലോവസ്റ്റ് ഫ്രീക്വൻസിയിലാണ് വിചാരിച്ചുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ അപ്പ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, ലോവസ്റ്റ് ഫ്രീക്വൻസിയിൽ അധികം നേരം നിൽക്കാൻ നമുക്ക് തോന്നില്ല, പിന്നെ നമ്മൾ പോസിറ്റീവ് ആവും. ദെൻ വീണ്ടും നമുക്ക് അന്നത്തെ ദിവസം തന്നെ എന്ത് ചെയ്യും, വേറൊരു നെഗറ്റീവ് ഇൻസിഡന്റോ ആരെങ്കിലും സംസാരിക്കുമ്പോഴോ ഒക്കെ വരും. അപ്പൊ നമ്മൾ വീണ്ടും താഴെ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യണം, അപ്പ് ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അംഗീകരിക്കുക മീൻസ്, ഇപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ വിചാരിക്കണം എന്ത്, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കണം. ഓക്കെ, അതിൽ ഹാപ്പി ആവണം. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, പകുതി ആയപ്പോഴത്തേക്ക് കണ്ണ് തുറന്നു പോയി, എനിക്ക് വേറെ കാര്യങ്ങൾക്ക് പോയി, അപ്പോൾ നമ്മളെന്ത്, എനിക്ക് മോശമാണ്, എനിക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വിചാരിക്കരുത്.
അപ്പൊ നമ്മൾ വിചാരിക്കണം എനിക്കിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് കാര്യവും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്ന്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പ്രാക്ടീസ് നടത്താൻ പറ്റിയില്ല, ഞാൻ അംഗീകരിച്ചു, അല്ലേ? ഞാൻ അംഗീകരിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രാക്ടീസ് ഇല്ല, കാരണം എന്താ, എനിക്ക് വീട്ടിൽ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു, ഞാൻ ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല എന്ന് നിങ്ങളോട് നേരത്തെ അറിയിക്കുന്നു. അതേമാതിരി തന്നെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തു, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്രാക്ടീസ് ചെയ്തില്ല ഞാൻ എന്നുള്ളത് അംഗീകരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ജോലി തന്നു, ജോലി ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അംഗീകരിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇവൻ കാരണമാണ് ഞാൻ ജോലി ചെയ്യാത്തത് എന്ന് പറയരുത്. അപ്പൊ എന്തായിപ്പോയി, നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ മനഃപൂർവ്വം താത്തണം. അപ്പൊ നെഗറ്റീവ്സിലേക്ക് പോകും, പിന്നെ ദേഷ്യത്തിലേക്ക് വരും. പക്ഷെ എന്ത് ചെയ്യാ, അവൻ ചെയ്തില്ല, അവനോട് ഞാൻ പറഞ്ഞില്ല, അതിന് ഉത്തരവാദി ഞാനും കൂടെയാണ്. അപ്പൊ എന്തായി, പ്രശ്നം തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് കാര്യം സംഭവിച്ചു, പോസിറ്റീവ് വന്നോ, പോസിറ്റീവ് വന്നു, കാരണം എന്താ, ഞാനാണ്, എനിക്ക് പോസിറ്റീവ് വന്നു. ഓക്കെ, എനിക്ക് നെഗറ്റീവ് വന്നു, അപ്പൊ എനിക്ക് നെഗറ്റീവ് വന്നു, കാരണം ഞാനാണ്. എല്ലാത്തിനും കാരണം ഈ ലോകത്ത് നമ്മൾ തന്നെയാണ്. പിന്നെ വേറെ ആർക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല. ഗുളിക കഴിച്ചാലൊന്നും എന്ത് മാറില്ല, ഈ ഒരു ഇമോഷൻ മാറില്ല. ഇമോഷൻ മാറണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ചിന്തകൾ മാറ്റണം. നമ്മുടെ ചിന്തകൾ മാറ്റാൻ നമ്മൾ ചെറിയ പ്രാക്ടീസ് എങ്കിലും ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ എല്ലാത്തിനും വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല. എന്തിനൊക്കെ വേണ്ടി സമയം ചെലവഴിക്കാത്ത, സിനിമ കാണാൻ 3 മണിക്കൂർ ചെലവാക്കുന്നുണ്ട്, ഞാൻ സിനിമ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ വാട്സപ്പ് നോക്കാൻ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്, യൂട്യൂബ് നോക്കാൻ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്, അങ്ങനെ ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട്, ന്യൂസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്ന അതും കേൾക്കാൻ വേണ്ടിയിട്ട്, ചർച്ചകൾ കേൾക്കാൻ വേണ്ടി അങ്ങനെ കുറെ സമയം ചെലവഴിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല വാക്കുകൾ പറയുന്ന ഒരു പ്രോഗ്രാമാണത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ചെലവഴിക്കുന്നുണ്ട്? ഇല്ല, അത് ചെയ്യാൻ എനിക്ക് സമയമില്ല. ബാക്കി എല്ലാത്തിനും എനിക്ക് സമയമുണ്ട്. കാരണം എന്താ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, എനിക്ക് എല്ലാത്തിനും കളിക്കാൻ സമയമുണ്ട്, എല്ലാത്തിനും, ഫോണിൽ കളിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് അല്ലേ. എല്ലാത്തിനും സമയമുണ്ട്, പക്ഷെ മനസ്സിന് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മനസ്സിന് അത്രയും ടേക്ക് കെയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല, നമ്മുടെ മനസ്സാണല്ല, മനസ്സിൽ തോന്നുന്ന ചിന്തകളാണല്ല. മനസ്സിൽ ചിന്തകൾ മോശമായി കഴിഞ്ഞാൽ നമ്മളെയും മോശമായി. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാ, മനസ്സിനാണ്, അല്ലേ? നമ്മുടെ ഭക്ഷണം മോശമായി കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, മനസ്സ് സന്തോഷിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണം നല്ലതായി മാറും. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നമ്മുടെ മനസ്സിന് വേണ്ടി മിനിമം അരമണിക്കൂറെങ്കിലും ഈ ഒരു പ്രോഗ്രാമിലൂടെയെങ്കിലും ചെലവഴിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്താൽ മതി. ഇതിപ്പം കമ്പൽസറി ആയിട്ട് ഞാൻ വരാനൊന്നും പറയുന്നില്ലല്ലോ. ആൻഡ് ഇതിന് ഞാനൊരു പേയ്മെന്റ് വെച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച ഒരു പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇത്രയും നല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പേയ്മെന്റ് മേടിക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു. കാരണവും ഞാൻ ബുദ്ധന്റെ ഒരു വിഭജന കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിന് ശേഷം കുറെ മാറ്റങ്ങൾ അതിലും വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ലതാണെന്ന് തോന്നിയാൽ, ഇത് പ്രാക്ടീസ് ചെയ്ത് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും 2 പേരെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളായിരിക്കാം, ടെൻഷൻ അടിക്കുന്ന ആളായിരിക്കാം, പക്ഷെ അവർ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് അയച്ചാൽ മതി, ഞാനതിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രോഗ്രാമിൽ വന്നില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യാം, ബട്ട് ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. നമുക്ക് പ്രാക്ടീസിലേക്ക് പോവാം.